നീ ഫോക്കസ് ആയില്ലേ? 22 വയസ്സുള്ള കൊളന്തൈ ഇവൾ താൻ ഞാൻ. പൈസ ഫാൻ മേടിക്കാൻ. ആ അഭിനയിക്കുമെന്ന് അമ്മയോട് അഭിനയിക്കണ്ടെന്ന് പറഞ്ഞാലും അഭിനയിക്കും. എന്നാ അഭിനയിക്കും? അയ്യോ എന്തൊരു അഭിനയം. എന്ത് അമ്മ ഇത് പറഞ്ഞു. അടുത്ത വേനലിനെങ്കിലും ഇതിന് ഫാൻ വിട്ട് തരണം. ഫാൻ ഇല്ലാതെ ഞാൻ ഈ മുറി കയറത്തില്ല. മനസ്സിലായോ? മനസ്സിലായി. ഇതിനകത്ത് എങ്ങനെ കയറും? പൈസ ഇപ്പൊ മഴ പെയ്തോണ്ട് കയറി. പൈസ ഇതിനകത്തുണ്ട്. എനിക്ക് കയറി 100. പൈസ കിട്ടി. 100 രൂപയ്ക്ക് എന്റെ അമ്മച്ചൻ വെച്ചിരിക്കുന്ന ഫാൻ. നിന്റെ കുഞ്ഞമ്മ വച്ചിരിക്കുന്നോടാ ഫാൻ 150 രൂപയ്ക്ക്. അതിലും തികച്ച കോമഡി. 500 കിട്ടി. ഇന്നലത്തേതാ? ഏതാ ഇത് ഏതാ? പാലിന്റെ മനു ഇന്ന് തന്നത്. പാലിന് കൊടുക്കാൻ 600 രൂപ. നാളെ പോകുമ്പോ കൊണ്ടുപോകണം. ഓക്കെ, എന്നാ കടം പറയാം. പെട്ടെന്ന് ഞാനും വിചാരിച്ചത് ഏതാ 500 കേട്ടോ. വേറെ പേഴ്സ് അടുത്ത പേഴ്സ് എടുത്തോണ്ടോ പോ. ചെല്ല് അവിടെ. എനിക്കറിയാണ്ട് അവിടെ ഉണ്ടേ പറഞ്ഞില്ല. ഏതാ? ഇതെന്റെ പേഴ്സ്. അതെന്തുവാ? അത് തൊട്ട് വിളിക്കണ്ട. ഇപ്പൊ കൊണ്ടുവരാമേ. എടുത്തോ മൊത്തം എടുത്തോണേ. കിട്ടിപ്പോയടാ. ഇതി പിടിക്കേ അല്ലെങ്കിൽ റേഷൻ കാർഡ്. നമുക്ക് റേഷൻ കാർഡ് കൊടുത്ത ഫാൻ കിട്ടുമെന്ന് അമ്മയുടെ വിചാരം. പൈസ എന്ത് ചെയ്യുന്നു? മൈക്ക് കൊടുക്കണം. പൈസ അമ്മയുടെ അന്നേരം കിട്ടുന്ന ഞങ്ങൾക്ക് പറയണം. അങ്ങ് വായി വരുന്നത് ആലോചിക്കുമല്ലേ. ഇത് സ്ക്രിപ്റ്റഡ് അല്ലേ ഇത്. ഇനിയിപ്പം വേനൽ വരുമ്പം മതിയോ? വന്ന് വാ, വണ്ടി ഇടറാ. പൈസ ഇട്. പൈസ എന്റെ ഇരിക്കുന്നോ? കടം പറയാം. പറ്റു പറയാം. എടുത്തോണ്ടോ? അതിനകത്തൊക്കെ ഒന്നുമില്ല. പൈസ ഉണ്ടായിരുന്നു. ഞാൻ കണ്ടയാ. കാടെന്തേ? ഞാൻ പറഞ്ഞില്ലേ പേഴ്സിൽ കുറച്ച് പൈസ ഇരിപ്പോണ്ട് മൊത്തം എടുത്താളാൻ. അയ്യോ പഴയ ഫോട്ടോ. നീ ഫോക്കസ് ആയില്ലേ? 22 വയസ്സുള്ള കൊളന്തൈ ഇവൾ താൻ ഞാൻ. അടുത്ത ആധാർ കാർഡ് ഉണ്ട്. കണ്ടേ നല്ല ഫോട്ടോ. വേറെ എന്തുവാ? വോട്ടർ ഐ ഡി. എത്ര വയസ്സാ അമ്മേ? 27. നിന്റെ നിന്നെ എന്ത് പൈസ എന്തിയെന്നാ ചോദിച്ചേ? പൈസ എന്തിയേ? നിങ്ങൾ തന്നെങ്കിലല്ല എന്റെ കയ്യിൽ പൈസ വരൂ. ഞങ്ങളുടെ കയ്യിൽ മാത്രമേ ഉള്ളൂ. 5 രൂപ നിങ്ങൾ എനിക്ക് തരുന്നുണ്ടോ? ഇത് ഫോട്ടോ മാത്രമേ ഉള്ളല്ലോ. വേറെന്ത്? കുറെ ബില്ലുകൾ. ഇതിനകത്ത് ATM ഇല്ല. ഞാൻ പറഞ്ഞില്ലേ കഥ പറയും. ATM ഇല്ല. സൈസ് ഫോട്ടോ. ATM ഇല്ല എന്റെ കയ്യില. ഞാൻ പറഞ്ഞില്ലേ എന്റെ ആധാറും എല്ലാം എന്റെ കയ്യില. ചെല്ല് പോയിട്. വണ്ടി ഇട്. മഴയ്ക്ക് പോയി ഫാൻ ഇട്ടോണ്ട് വാടാ. എടുത്തോണ്ട് വരാം. ഹെൽമെറ്റ് എന്തി? മറ്റേ എടുക്കല്ലേ? ഇല്ല. നിനക്ക് ഹെൽമെറ്റ് വേണ്ടായോ? സത്യത്തിൽ നിങ്ങൾ എന്താ വാങ്ങിക്കാൻ പോവാ? ഫാൻ എന്താ ഇപ്പൊ വാങ്ങിക്കുന്നേ? ഏതായാലും ഈ ചൂടുകാലം നമ്മള് തരണം ചെയ്തു. അതിജീവിച്ച്. ഇനി തണുപ്പിനെ നമ്മൾ അതിജീവിക്കണം. കൊടും തണുപ്പിൽ നമ്മൾ ഫാൻ ഇട്ട് കിടന്നുറങ്ങണം. അതിനെ അതിജീവിക്കണം. ഏത്? ഇതിനിപ്പോ ഫാൻ വാങ്ങിക്കുന്ന എന്തിനാടാ? എന്താ പറഞ്ഞ ഇനി തണുപ്പിനെ അതിജീവിക്കുവാന്ന്. കൊടും തണുപ്പിനെ നമ്മൾ അതിജീവിക്കാൻ പോവാ. കുക്കറില്ല. കുക്കറില്ല. കുക്കർ കൊണ്ടുവന്നിട്ട് എന്തോ ഉണ്ടാക്കി തരാനാ? നമ്മൾക്കൊരു ചക്ക കിട്ടിയിട്ടുണ്ട്. ചക്ക കുക്കറിട്ട് പുഴുങ്ങാനാണോ? സനു ഒരു ചക്ക കിട്ടിയിട്ടുണ്ട്. അതൊന്ന് കീറി തന്നിട്ട് പോടാ. പിന്നെ ഉണ്ട്. പിന്നെ ഇപ്പൊ ഫാൻ ഫിറ്റ് ചെയ്യാനുള്ള മൂഡില്ല. ഞാൻ ഇലക്ട്രീഷ്യൻ പഠിച്ച 2 വർഷം. അപ്പൊ ഉച്ചയ്ക്ക് ഉണ്ണാൻ വരുമ്പോ 3 വർഷം ഞാൻ ഇലക്ട്രിക്കൽ പണിക്ക് പോയതാ. ഉച്ചയ്ക്ക് ഉണ്ണാൻ വരുമ്പോ ആ പച്ചച്ചക്ക അങ്ങോട്ട് എടുത്ത് വെച്ച് തരാം. ചക്ക എനിക്ക് വേണ്ട. അതിന്റെ ആവശ്യമൊന്നുമില്ല. എന്നാ എടുത്ത് കളാ.
3 വർഷമായി. ഞാൻ 3 വർഷം ഇലക്ട്രീഷ്യൻ ആയിരുന്നു. ആ അപ്പോൾ അതിൻ്റെ കഴിവ് ഞാൻ ഇവിടെ ഒറ്റയ്ക്ക് തെളിയിക്കാൻ പോവുക. ഈ ഉണക്കത്ത് വയ്യായിരുന്നു തെളിയിക്കാൻ. ഉണക്കത്ത് ഈ ചൂടത്ത് അങ്ങോട്ട് കയറിയിട്ടില്ല ആ റൂമിനകത്തോട്ട്. വാടാ പോവാം. പോ ഉള്ളതെന്നോ? പോവാ, മേടിക്കാൻ പോവാ. ഇപ്പൊ എന്തോടാ ഫാൻ? ഉണ്ട്, അതുണ്ട്. ഉള്ളാങ്കെ ഉള്ളിലിറുക്കി. പോവാം, വാ. മെതുവാ പോയിട്ടോ, മെതുവാ. ആ വാ, പോവാം, വാ. ചക്ക വെട്ടിട്ട് പോടാ. എങ്ങോട്ടാ? അങ്ങോട്ട് പോവാം. എവിടുന്നാ? എന്നാ ഫിറ്റ് ചെയ്യ്, വാ. അങ്ങോട്ട് വാങ്ങിയോ? ഏതാ? അങ്ങോട്ട് വാങ്ങി. ഞാൻ ഇന്നലെ നിന്ന് അങ്ങോട്ട് വാങ്ങി ആ പാക്കറ്റ് പോലും പൊട്ടിക്കാതെ വെച്ചിരുന്നതാ. 3 വർഷമായിട്ട് ഞാൻ വയറിങ് പണിക്ക് പോയതാണ് ഞാൻ. ഇപ്പോൾ എത്ര 1 വർഷമായിട്ട് ഇപ്പം പോയിരുന്നിട്ട് ഇപ്പോൾ 1 വർഷം ആവാറായി. എൻ്റെ കഴിവ് ഞാൻ ആരോട് പറയും? പുറത്തെടുക്കാൻ തുടങ്ങും. പഴയ എൻ്റെ കഴിവ് നമ്മൾ കണ്ടോണം. ഇങ്ങനെയുള്ള സാഹചര്യത്തിലാണ് പുതിയ നായകന്മാർ. നോക്കി അങ്ങോട്ട് എഴുതി ബാക്കി. ഇതൊന്ന് വായിച്ചേ നീ. എന്തോ പൊട്ടിക്കേണ്ടതൊക്കെ റെഡി. ഇത് തന്നെ എടുക്കണ്ടല്ലോ, എടുത്തോ. വെക്കാൻ പോയി സൂക്ഷിച്ചുണ്ടോ? ശ്രദ്ധിച്ചു വായിക്കോണം. റീടേക്ക് ഇല്ല, ശ്രദ്ധിച്ചു കണ്ടോണം. പ്രൊഫഷണൽ ഇതൊക്കെ ആരോടും പറഞ്ഞു കൊടുക്കുന്നു. വാഷർ പോലെ വരും, ഒരു ഗ്യാസ്കറ്റ് വരും ഇവിടെ ഒരു. ഇതിനകത്തില്ല. എനിക്കറിയത്തില്ല. ലൂസാവാണെങ്കിൽ എന്നെ പറഞ്ഞേക്കരുത്. അതെന്താ ഇല്ലാത്ത? ചിലപ്പോൾ ഇത് ഇല്ലാത്ത നെട്ടായിരിക്കും. അല്ല, എല്ലാത്തിനും അത് സംഭവം ഉണ്ടല്ലോ ഇതിനുണ്ടല്ലോ. ഇവിടെ ഒരു വാഷർ കയറണ്ടേ? വാഷർ നടക്കുന്നു. അതല്ലടാ, അത് ലോക്ക് വാഷർ. അതല്ല, ഇവിടെ ഒരു പേപ്പറിന്റെ ഒരു ഗ്യാസ്കറ്റ് പോലത്തെ സംഭവം തന്നില്ല. പോട്ടെ, നമ്മളെല്ലാം ക്ഷണിക്കുക. എന്തുവാ അമ്മ? അയ്യോ സമയമില്ല. മൊറ്റവടി കഴിഞ്ഞ് എനിക്ക് കോഴിക്കോട് വൃത്തിയാക്കാനുണ്ട്. പിന്നെ അപ്പൊ അതിനിടയ്ക്ക് ഒരു എക്സ്പ്രഷൻ ഉണ്ട്. പിന്നെ ആടിന് കാടി കൊടുക്കണം. അത്രേ ഉള്ളൂ. അപ്പൊ അത് അത്ര എഴുതും. നന്നായിട്ട് മുറുക്കണത്. ഒരു തല വിടില്ലേ? അമ്മയ്ക്ക് ഇടയ്ക്ക് വന്ന് കാറ്റടി കൊള്ളാം. ഈ കാറ്റടി കൊണ്ട് എന്റെ കാറ്റ് പോവാടാ.